ഇനി 7-8 ദിവസമുണ്ട്. ആ ദിവസവും ഞാൻ ജീവിച്ചിരിക്കണേ എന്നുള്ള ഒരു അത്രക്ക് സന്തോഷമുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഒരു മോചനമാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുണ്ട്. കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം. ഇതിനെയാണ് നാം വിസ്മയം എന്ന് പറയുന്നത്. രാത്രി 9 മണി കഴിഞ്ഞാൽ രാവിലെ 5 മണി വരെ ബന്ധനത്തിൽപ്പെട്ടവരാണ് ഈ ദ്വീപിലെ ജനങ്ങൾ. അതിനാണ് ഈ സർക്കാർ പരിഹാരം കണ്ടത്. ഒരു നാടൊന്നിച്ചു കണ്ട 5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു സ്വപ്നം. മാർച്ച് 7 പെരുമ്പളം പാണാവള്ളി പാലം മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുമ്പോൾ പെരുമ്പളംകാരുടെ വികസന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ തടാകമായ വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഈ പെരുമ്പളം പാലം ഇനി കേരളത്തിലെ ഏറ്റവും നീളമേറിയ പാലം എന്ന ഖ്യാതിയും സ്വന്തമാക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം. ബോട്ട്, ജങ്കാർ എന്നിവയെ ആശ്രയിച്ചായിരുന്നു പെരുമ്പളത്തുകാർ പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്നത്. സ്കൂൾ കുട്ടികൾ വരെ ആശ്രയിച്ചിരുന്നത് ജലമാർഗമുള്ള യാത്രയെ തന്നെ. ഞാനിപ്പോൾ ഈ പാലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സിനിപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദമാണ്. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്കിത് കാണാൻ പറ്റില്ലായിരുന്നു. ഇനി 7-8 ദിവസമുണ്ട്. ആ ദിവസവും ഞാൻ ജീവിച്ചിരിക്കണേ എന്നുള്ള ഒരു അത്രക്ക് സന്തോഷമുണ്ട്. വാഹനയിലായിരുന്നു, നടന്നു പോകല്ല. കാരണം ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ പാലത്തെ കൂടി ഞങ്ങൾക്ക് നടന്നു വരാമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അത് ഞങ്ങളുടെ ഗവൺമെൻറ്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നല്ല രീതിയിൽ നടത്തി. ഒരിക്കലും വിചാരിക്കാത്ത, പറയാൻ പറ്റില്ല, ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവമാണ്. നമ്മുടെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ വള്ളത്തിലാണ് പോകുന്നത്. അത് മഴ വന്നു കഴിഞ്ഞാൽ, ഈ വള്ളത്തിൽ പോയിക്കൊണ്ടിരുന്ന മഴ വന്നു കഴിഞ്ഞാൽ അനങ്ങതിരും. വള്ളത്തെ അനങ്ങാൻ പാടില്ല. അനങ്ങിക്കഴിഞ്ഞാൽ വള്ളം മറിയും. ആ ഒരു സിറ്റുവേഷൻ പേടിച്ച് വിറച്ചാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇക്കരെയുള്ള ഞങ്ങളുടെ രക്ഷിതാക്കളെ ഞങ്ങൾ കാത്തിരിക്കുക അവർ വരാൻ വേണ്ടി. കാറ്റും മഴ വന്നാൽ ബോട്ടും പേടിക്കണമല്ല. എങ്കിലും നമ്മൾ ബോട്ടിൽ തിരിച്ചു വന്നിരുമ്പോൾ നമുക്കൊരു പേടിയാണ്. എത്തുക എന്നുള്ളൊരു പേടി വരും. പക്ഷേ ഇപ്പം ഇനി ഞങ്ങൾക്ക് ഒരു പ്രശ്നം, സമാധാനം. ഈ റെസ്ക്യൂ ബോട്ടിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് മാറി കിട്ടും. പിന്നെയുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഈ സ്കൂൾ പിള്ളേർ പോണത് ഈ ബോട്ട് മാത്രം കയറി പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാറ്റും കോളും വരുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുണ്ട്. അതും മാറി കിട്ടും. പിന്നെ ഇപ്പോൾ ബാക്കി നിർമ്മാണ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് സിമ്പിളാണ്. പിന്നെ രാത്രി ഞങ്ങൾ ഈ അപ്പുറത്തേട്ടിലും കാത്തേക്കേണ്ടി വരില്ല. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾ ഓർത്തിരുന്നത് കേരളത്തിലെ മൊത്തം പാലം പണി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമുള്ള ഇതായിരിക്കും ഇവിടെ വരുന്നതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇത്ര പെട്ടെന്ന് വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കേരള സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ 100 കോടിയോളം രൂപ മുടക്കി നടപ്പിലാക്കിയ പെരുമ്പളം പാണാവള്ളി പാലം പദ്ധതി ഒരു നാടിന്റെ ജീവിതത്തെ തന്നെ എങ്ങനെ മാറ്റിമറിക്കുമെന്നത് ഇവിടെയുള്ള ഓരോ ജനങ്ങളുടെയും സന്തോഷം പറഞ്ഞു തരും. പെരുമ്പളം പഞ്ചായത്തിലേക്കുള്ള KSRTCയുടെ ട്രയൽ റണ്ണിനെ വൻ വരവേൽപ്പ് നൽകി സ്വീകരിച്ചത് ആ സന്തോഷത്തിന്റെ നേർക്കാഴ്ചയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വരാനുണ്ട്. പിന്നെ ഞങ്ങളുടെ കടയിൽ എല്ലാവരും വന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു സന്തോഷം. ഇപ്പോൾ എപ്പോഴും രാത്രിയും പകലൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണേ. ഇപ്പോൾ ഒരു ഒച്ചേനക്കൊക്കെ ആയി. പിന്നെ എനിക്ക് ഇവരെയും കൊണ്ട് അക്കരയ്ക്കൊക്കെ ഒന്ന് വേഗം പോവുകയും ചെയ്യാം. ഞങ്ങൾ ബോട്ട് നോക്കി നിന്ന് വിഷമിച്ചൊക്കെയാണ് പോകണത്. പെരുമ്പളത്തെ ജനതയുടെ ചിരകാല അഭിലാഷമായിരുന്നു പാലം. എന്തായാലും ഞങ്ങളുടെയൊക്കെ ഒരു ജീവിച്ചിരിക്കുന്ന കാലത്ത് നടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിണറായി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിലാണ് നമുക്ക് ഈ പാലത്തിന് 100 കോടി രൂപ അനുവദിച്ചത്. രണ്ടാം പിണറായി സർക്കാർ അത് പൂർത്തീകരിച്ചിരിക്കുകയായിരുന്നു. അത്രയേറെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു ജനതയാണ് പെരുമ്പളത്ത്. ജോലിയുടെ കാര്യത്തിലാണ്, വിവാഹത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വള്ളം മുങ്ങുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധി ഒരു മോചനമാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം. ഇതിനോടൊപ്പം തന്നെ പിണറായി സർക്കാരിനോടുള്ള അകമഴിഞ്ഞ എല്ലാവരുടെയും നന്ദി ഈ അവസരത്തിൽ അറിയിക്കും. ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തിലെ പെരുമ്പളം ദ്വീപിനെ ആലപ്പുഴയുമായി ബന്ധിപ്പിക്കുന്ന 1115 മീറ്റർ നീളമുള്ള പാലമാണ് പെരുമ്പളം പാണാവള്ളി പാലം. പാലത്തിന്റെ വീതി 11 മീറ്ററാണ്. കൂടാതെ ഇരുവശത്തുമായി 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട്. ഊരാളുങ്കൽ തൊഴിലാളി സഹകരണ സംഘമാണ് ഈ കൂറ്റൻ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഞങ്ങൾ പെരുമ്പളം ദ്വീപിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസം 7 എന്നത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ ദിനമായിട്ട് കണക്ക് കൂട്ടാം. ഇക്കാലം അത്രയും ദുരിതം അനുഭവിച്ച യാത്രയാണ് ഞങ്ങൾ. രാത്രി 9 മണി കഴിഞ്ഞാൽ രാവിലെ 5 മണി വരെ ബന്ധനത്തിൽപ്പെട്ടവരാണ് ഈ ദ്വീപിലെ ജനങ്ങൾ. അതിനാണ് ഈ സർക്കാർ പരിഹാരം കണ്ടത്. ഇതിനെയാണ് നാം വിസ്മയം എന്ന് പറയുന്നത്. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് കിഫ്ബി എന്ന മഹത്തായ ഒരു സംരംഭത്തിലൂടെ കേരളത്തിൽ നടന്നിട്ടുള്ള സമഗ്രമായ വികസനത്തിൻ്റെ ഒരു നേർചിത്രമാണ് പെരുമ്പളം. 10,000 ജനങ്ങൾക്ക് 100 കോടി രൂപയുടെ പാലം എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ പാലം ഇറങ്ങി ഇക്കരയ്ക്ക് വരുന്ന ആളുകൾ ഇത് കൊള്ളാം, നന്നായി. ഈ പെരുമ്പളംകരയെയും ഈ കിഴക്കേക്കരയെ പൂത്തോട്ടയുമായി ബന്ധിച്ചുകൊണ്ടുള്ള അടുത്ത പാലം കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ
ഒരു നാടിന്റെ വികസനത്തിന്, ഭാവി ഗതാഗത സൗകര്യത്തിന് ഈ പാലം എത്ര കണ്ട് പ്രയോജനപ്പെടും എന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ബോധ്യപ്പെടാൻ പോകുന്നത്. 10,000-ഓളം വരുന്ന ദ്വീപ് ജനതയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് ഉയർന്നു വരുന്ന പാലം എന്ന് പെരുമ്പളം പാലത്തെ വിശേഷിപ്പിച്ചാൽ അത് അതിശയോക്തിയാവില്ല. പാലം പണി നടന്നത് വേമ്പനാട്ട് കായലിന് നടുവിലൂടെയാണെങ്കിലും അത് ഉയർന്നു വന്നത് പെരുമ്പളംകാരുടെ ഹൃദയത്തിലാണ്.